പാറ്റകളുടെ സമരം ശക്തമാവുകയും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ താഴെ പോകുമെന്നുള്ള തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനത്തിലാകണം 5ഓളം ഖാലിസ്ഥാൻ തീവ്രവാദികൾ, അതിൽ ഒരു US പൗരത്വമുള്ള ഖാലിസ്ഥാൻ തീവ്രവാദിയുമുണ്ട്. അങ്ങനെ 5ഓളം ഖാലിസ്ഥാൻ തീവ്രവാദികൾ നേപ്പാൾ വഴി ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിക്കവേ SSBയും UP പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ അവരെ പിടികൂടി. ശസ്ത്ര സീമൻ ബെൽ എന്ന് പറയുന്നതാണ് SSB. ഇത് ഒരു സേനാ വിഭാഗമാണ്. ഇവർ പിടികൂടിയിരിക്കുന്നു. രൂപദേഹ പട്ടണത്തിലെ താമസക്കാരനായ സുരേഷ് കുമാർ, പതക്, ദിലീപ്, ഉപാധ്യായ, രാഹുൽ കുമാർ തുടങ്ങിയവരാണ് ഇവരെ ഇപ്പുറത്ത് അതിർത്തി കടക്കാൻ സഹായിച്ച ഡ്രൈവറും മറ്റു സഹായികളും. ഇവരും കസ്റ്റഡിയിലാണ്. ഖാലിസ്ഥാൻ സംഘടനയായ വാരിസ് പഞ്ചാബ് ദേ എന്ന് പറയുന്ന നിരോധിത സംഘടനകളുടെ അംഗമാണ്. ഇതിലൊരു US പൗരത്വമുള്ള ആളുണ്ട്. ഇതിൽ പിടികൂടിയിരിക്കുന്നവർ വിക്രംജിത് സിംഗ്, പഞ്ചാബ് മോഗ ജില്ലാ സ്വദേശി, US പൗരത്വമുള്ള മൻവീർ സിംഗ് ധില്ലൻ തുടങ്ങിയവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പോലീസിൻ നേരത്തെ തന്നെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലും മറ്റുമൊക്കെ പ്രതികളായിരുന്നു. പോലീസുകാരെ കൊന്നതിലുമൊക്കെ പ്രതികളാണ്. ഇവർ രാജ്യം വിട്ടിരുന്നു. അതിൽ ചിലരൊക്കെ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചിരുന്നു. അവരാണ് ഇപ്പോൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചത്. അതിർത്തി കടന്നുടൻ തന്നെ പോലീസിന്റെ വലയിലാകുകയായിരുന്നു. കാരണം ഇപ്പോൾ ഈ പാർട്ടികളുടെ പ്രതിഷേധം നടക്കുമ്പോൾ അവിടേക്ക് ഇതുപോലെയുള്ള ആന്റി നാഷണൽ എലിമെന്റ്സ് ധാരാളമായി കടന്നു വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തുക, ഒരു വലിയ സംഘർഷത്തിന് ആക്കം കൂട്ടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.